ആറാം മാസത്തിലെ പുനഃസംഘടന പിണറായി മന്ത്രിസഭയുടെ പ്രതിച്ഛായ കൂട്ടുമോ? ശ്രീ ആനത്തലവട്ടം ആനന്ദൻ, മന്ത്രിസഭ രൂപീകരണ സമയത്ത് ജയിച്ചു വന്ന സെക്രട്ടേറിയറ്റ് അംഗങ്ങളിൽ ഒരാളെ മാത്രം ഒഴിവാക്കുകയായിരുന്നു മന്ത്രി പദവിയിൽ നിന്ന്, അതായത് എം മണിയെ. ഇപ്പോൾ 6 മാസത്തിന് ശേഷം എം മണിയെ മന്ത്രിയാക്കുവാൻ തീരുമാനിച്ചത് വഴി ഈ സെക്രട്ടേറിയറ്റ് അംഗങ്ങൾ മന്ത്രിമാരാകുന്ന കീഴ്വഴക്കം തുടരട്ടെ എന്ന തീരുമാനത്തിലെത്തുകയാണോ CPM ചെയ്യുന്നത്? മറ്റാരുടെയും പേരുകൾ പരിഗണിക്കാതെയാണോ എം മണി തന്നെ ആകട്ടെ ആ കീഴ്വഴക്കം അങ്ങനെ തന്നെ തുടരട്ടെ എന്ന് തീരുമാനമെടുത്തത്? എല്ലാവരും ഒഴിവ് വന്നപ്പോൾ സെക്രട്ടേറിയറ്റ് മെമ്പറായ എം മണിയെ തീരുമാനിച്ചു. നേരത്തെ തന്നെ ആ മലയോര ജില്ലയ്ക്കൊരു പ്രാതിനിധ്യമില്ല എന്നുള്ള ഒരു ആക്ഷേപം ഉണ്ടായിരുന്നു. അതും പരിഹരിക്കപ്പെടുന്നു എന്ന് കണ്ടിട്ടാണ് തീരുമാനിച്ചത്. അതിനകത്ത് പ്രത്യേകമായി ചർച്ച ചെയ്യേണ്ട ഒരു വിഷയമുണ്ടെന്ന് തോന്നുന്നില്ല. വേറൊരാളെ തീരുമാനിക്കുന്ന പോലെ എം മണിയെ തീരുമാനിച്ചു എന്നുള്ളതേ ഉള്ളൂ. പക്ഷേ 6 മാസം മുമ്പുള്ള അയോഗ്യത ഇപ്പോൾ എം മണിയുടെ യോഗ്യതയായി മാറുന്നത് അതിലേതെങ്കിലും ഒരു ഘടകം ഉണ്ടായിരിക്കുമല്ലോ. 6 മാസത്തിന് മുമ്പ് എം മണിക്ക് എന്തെങ്കിലും അയോഗ്യത ഉണ്ടെന്ന് ആരും പറഞ്ഞില്ലല്ലോ. എടുക്കാവുന്ന 19 മന്ത്രിമാരിൽ എടുക്കാവുന്നവരിൽ അന്ന് എടുക്കാവുന്നതൊക്കെ എടുത്ത് ഒരു വേക്കൻസി വന്നപ്പോൾ എം മണി അന്നും യോഗ്യൻ തന്നെ ഇന്നും യോഗ്യൻ തന്നെ എം മണിയെ നിശ്ചയിച്ചു. അത്രയേ ഉള്ളൂ. അന്ന് അയോഗ്യനായിട്ട് മാറ്റി നിർത്തിയല്ല. അഡ്വക്കേറ്റ് എ ജയശങ്കർ, എം മണി മന്ത്രിസഭയിലേക്ക് വരികയാണ്. ഇത് 6 മാസം തികയുന്ന പിണറായി വിജയൻ മന്ത്രിസഭയുടെ പ്രതിച്ഛായ കൂട്ടുന്നതാണോ? മികച്ച ഒരു ടീമായി വീണ്ടും മാറുകയാണോ? EP ജയരാജൻ്റെ ഒഴിവ് വന്നതിൽ വഴി ഉണ്ടായ ഒരു പ്രതിച്ഛായ നഷ്ടം, അല്ലെങ്കിൽ അവകാശപ്പെടുന്നത് പോലെയുള്ള ഒരു പ്രതിച്ഛായ കൂട്ടലായിരുന്നു EP ജയരാജൻ്റെ രാജി? കാരണം ആരോപണം ഉണ്ടായ സമയത്ത് തന്നെ രാജിവെച്ച് മാതൃക കാട്ടുകയാണ് ഉണ്ടായത്. ഇപ്പോൾ എം മണി കൂടി വന്നതോടുകൂടി വീണ്ടും മികച്ച ഒരു ടീമായി തന്നെ തുടരുവാനുള്ള നല്ല ഒരു തീരുമാനമായി മാറുകയാണോ? നിർഭാഗ്യവശാൽ എനിക്ക് നിങ്ങളുടെ ഈ സജസ്റ്റീവ് ക്വസ്റ്റിനോട് യോജിക്കാൻ കഴിയുന്നില്ല. കാരണം എം മണിയെ സംബന്ധിച്ചിടത്തോളം കേരളത്തിലെ പൊതുസമൂഹത്തിൻ്റെ മുമ്പിൽ ഒരു ചിത്രമുണ്ട്. അത് തൊടുപുഴയ്ക്കടുത്ത് മണക്കാട് എന്ന സ്ഥലത്ത് അദ്ദേഹം നടത്തിയ അതിഭയങ്കരമായ പ്രസംഗം കൊലവിളി പ്രസംഗമാണ്. 1 2 3 4 ഇത് ഇംഗ്ലീഷ് അക്ഷരമാല അല്ല, ഇതിലെ ന്യൂമറൽസ് അല്ല, മറിച്ച് ഒരാളെ വെട്ടിക്കൊന്നു, ഒരാളെ വെടിവെച്ചു കൊന്നു, ഒരാളെ തല്ലിക്കൊന്നു എന്ന് പ്രഖ്യാപിക്കുന്ന ഒരു മണിയാശ. കേരളത്തിൽ EMS ഒരുപാട് മുതൽക്ക് എത്രയോ നേതാക്കന്മാരുണ്ടായിട്ടില്ലേ, കോൺഗ്രസ് ഭാഗത്തും മാർക്സിസ്റ്റ് ഭാഗത്തും. പക്ഷേ ഇദ്ദേഹത്തിൻ്റെ പ്രസംഗം മാത്രമേ BBC പോലും റിപ്പോർട്ട് ചെയ്തുള്ളൂ. അത് കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിക്കുണ്ടായ പ്രതിച്ഛായ നഷ്ടം എത്രയായിരുന്നു എന്നുള്ളത് പാർട്ടിയുടെ കേന്ദ്ര കമ്മിറ്റിയുടെ മറ്റും മിനിറ്റ്സ് പരിശോധിച്ചാൽ മനസ്സിലാക്കാൻ കഴിയും. അങ്ങനെ ഒരാളെ കേരളത്തിൽ മന്ത്രിയാക്കുന്നു എന്ന് പറയുമ്പോൾ അതുണ്ടാക്കാവുന്ന ഒരു ധാർമ്മികവും രാഷ്ട്രീയവുമായ ക്ഷീണം അല്ലെങ്കിൽ ക്ഷതം എന്ന് പറഞ്ഞാൽ വളരെ കൂടുതലാണ്. നിർഭാഗ്യവശാൽ ശ്രീ ആനത്തലവട്ടം അടക്കമുള്ള ആളുകൾക്ക് അത് ഇതുവരെ മനസ്സിലായിട്ടില്ല. ഇത് പ്രതിച്ഛായ വർദ്ധിപ്പിച്ചോ എന്ന് വെച്ചാൽ പ്രതിയുടെ ഛായ എന്ന അർത്ഥത്തിൽ പ്രതിച്ഛായ വർദ്ധിപ്പിച്ചു എന്നാണ് എൻ്റെ അഭിപ്രായം. അല്ലാതെ ഇത് മന്ത്രിസഭയുടെ യശസ് വർദ്ധിപ്പിക്കുന്ന ഒരു തീരുമാനമാണ് എന്ന് എനിക്ക് തോന്നുന്നു. അഡ്വക്കേറ്റ് എ ജയശങ്കർ, ഒരു പ്രസംഗത്തിൻ്റെ പേരിൽ അദ്ദേഹത്തെ ഇങ്ങനെ വിമർശിക്കുന്നത് ശരിയാണോ? കോടതിയിൽ നിന്ന് വിടുതൽ നേടിയതാണ് അദ്ദേഹം ഈ കേസിൽ. 6 മാസം മുമ്പുള്ള അയോഗ്യത എന്തായാലും ഇപ്പോൾ യോഗ്യതയായി മാറിയിരിക്കുകയാണ്. പക്ഷേ അന്ന് അങ്ങനെ ഒരു അയോഗ്യത ഇല്ലായിരുന്നു എന്ന് ശ്രീ ആനത്തലവട്ടം ആനന്ദൻ പറയുന്നു. അതായത് അന്നും ഈ മണക്കാട് പ്രസംഗം അത് പാർട്ടിയുടെ പരിഗണനയിലില്ലായിരുന്നു, അതിൻ്റെ പേരിലല്ല അദ്ദേഹത്തെ അന്ന് ഒഴിവാക്കേണ്ടി വന്നത് എന്നാണ്. അല്ല, കേരളത്തിൽ തിരഞ്ഞെടുക്കപ്പെട്ട 140 MLA-മാരിൽ ആർക്ക് വേണമെങ്കിലും മന്ത്രിയാകാം, അതിന് തടസ്സമൊന്നുമില്ല. MLA അല്ലാത്ത ആൾക്കും മന്ത്രിയാകാം. 6 മാസത്തിനകത്ത് ഇലക്ഷൻ മത്സരിച്ച് ജയിച്ചാൽ മതി. മണിക്ക് മന്ത്രിയാകുന്നതിന് മറ്റായോഗ്യതയൊന്നുമില്ല. ഞാൻ പറഞ്ഞ രാഷ്ട്രീയമായിട്ടുള്ളൊരു പ്രശ്നമാണ്. ഞാൻ മനസ്സിലാക്കിയത് ശരിയാണെങ്കിൽ അഞ്ചേരി ബേബി കൊലക്കേസിൻ്റെ വിചാരണ പോയിട്ട് അതിൻ്റെ ഫൈനൽ റിപ്പോർട്ട് പോലും ഇതുവരെ സമർപ്പിക്കപ്പെട്ടിട്ടില്ല. ആ നിലയ്ക്ക് അദ്ദേഹത്തെ കുറ്റവിമുക്തനാക്കിയെന്ന് നിങ്ങൾ പറയുന്നത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണെന്നും എനിക്ക് മനസ്സിലാകുന്നില്ല. മാത്രവുമല്ല, അദ്ദേഹത്തിന് ജാമ്യം നിഷേധിച്ചുകൊണ്ട് ജസ്റ്റിസ് സതീഷ് ചന്ദ്രൻ എഴുതിയ ജഡ്ജ്മെൻറ്റ് നമ്മുടെ മുമ്പിലുണ്ട്. അദ്ദേഹം പറഞ്ഞത് മണിയുടെ മണക്കാട് പ്രസംഗം ജനാധിപത്യത്തിൻ്റെ മരണമണിയാണ് എന്നാണ്. ഇതെൻ്റെ അഭിപ്രായമല്ല, ഹൈക്കോടതിയുടെ അഭിപ്രായമാണ്. അതൊക്കെ ജനങ്ങളുടെ മുമ്പിൽ നിൽക്കല്ലേ. ഇപ്പം മണി ലാളിത്യത്തിൻ്റെ നിറകുടമാണ്, മഹാത്മാഗാന്ധിയുടെ പുനരവതാരമാണെന്നൊക്കെ ചാനലുകാർ പറയുന്നത് കേട്ടു. എന്ത് പറയുന്നതിന് നമുക്ക് വിരോധമൊന്നുമില്ല. ഓരോരുത്തരും ഓരോ സ്ഥാനത്ത് വരുമ്പോൾ ഇങ്ങനെ യാതൊരു ലജ്ജയുമില്ലാതെ ഉളുപ്പുമില്ലാതെ ചാനലുകാർ അവരെ പ്രശംസിക്കുകയും അവരൊരു കഷ്ടപ്പാടി ചെന്ന് വിടുമ്പോൾ അവരെ ചവിട്ടിത്തേക്കുകയും ചെയ്യുന്നത് ശരിയല്ല. ഞാനീ പറഞ്ഞ നിങ്ങൾ മാധ്യമങ്ങളെ സംബന്ധിച്ചാണ് ഈ കാര്യത്തിലൊക്കെ കുറച്ചൊരു മിതത്വവും സംയമനവും പാലിക്കുന്നത് മാധ്യമങ്ങൾക്ക് നല്ലതാണ്. ശ്രീ ജേക്കബ് ജോർജ്, എം മണി ഇപ്പോൾ മന്ത്രിയാകുമ്പോൾ അദ്ദേഹം പാവപ്പെട്ട ഒരാൾ
താണ ജീവിത സൗകര്യങ്ങളിൽ നിന്ന് വന്നയാൾ, കർഷകർക്ക് വേണ്ടി നിലകൊണ്ടയാൾ, ഇങ്ങനെ ഒരുപാട് പ്രശംസാ വാചകങ്ങൾ അദ്ദേഹത്തിന് മേൽ ചൊരിയുന്നുണ്ട്. പക്ഷേ അദ്ദേഹത്തിൻ്റെ ചില വാക്കുകൾ പലപ്പോഴും വിനയായി അദ്ദേഹത്തിന് മാറിയിട്ടുണ്ട്. പാർട്ടിയും ഇക്കാര്യത്തിൽ അദ്ദേഹത്തിനെതിരെ നടപടി എടുത്തിട്ടുള്ളതാണ് ഇതിനു മുൻപ്. ഇപ്പോൾ മന്ത്രിസഭയിലേക്ക് അദ്ദേഹം വരുമ്പോൾ ഇത് പഴയ കാര്യങ്ങളെല്ലാം മറന്നുകൊണ്ട് എം മണിയെ മന്ത്രിസഭയിൽ എടുക്കുന്നത്, പക്ഷേ ജനങ്ങൾ മറന്നിട്ടില്ല എന്നുകൂടി മനസ്സിലാക്കേണ്ടതല്ലേ പാർട്ടി? ശരിയാണ്, അതിനകത്തൊരു പ്രതിച്ഛായ വിഷയമുണ്ടാവാം. കാരണം മണി മുമ്പ് നടത്തിയ പ്രസംഗങ്ങൾ ഇപ്പോഴും അദ്ദേഹത്തെ വേട്ടയാടുന്നുണ്ടാവാം. പക്ഷേ കമ്മ്യൂണിസ്റ്റ് പാർട്ടി നോക്കുമ്പോഴേക്ക് പാർട്ടിയിൽ ഇടുക്കി ജില്ലയിൽ ദീർഘകാലം ജില്ലാ സെക്രട്ടറി ആയിരുന്ന ഒരു നേതാവ്, പാർട്ടി സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം, അങ്ങനെ ഒരു പരിഗണന വെക്കുമ്പോഴേക്ക് തന്നെയല്ല ഇടുക്കിയിൽ നിന്നൊരു പ്രാതിനിധ്യം, ഇതൊക്കെ വരുമ്പോഴേക്ക് ഒരു മന്ത്രിസ്ഥാനത്തേക്ക് പരിഗണിക്കുന്ന ആൾ എന്ന നിലയ്ക്ക് മണിയുടെ പ്രസക്തി പാർട്ടിക്കകത്ത്, പാർട്ടിയുടെ കാഴ്ചപ്പാടിൽ തൊഴിലാളി വർഗ പ്രവർത്തകനായ ഒരു സാധാരണക്കാരനായ എം മണിയെ പോലെ ഒരാളെ മന്ത്രിയാക്കുക കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക്, പ്രത്യേകിച്ച് CPM-ന് അതൊരു ആവശ്യമാണ് ഇപ്പോഴത്തെ പ്രത്യേക കാലഘട്ടത്തിൽ. പ്രതിച്ഛായ എന്ന് പറയുമ്പോൾ ഇമേജ് ബിൽഡിംഗ്, നമ്മൾ ചെയ്യുന്നതും നമ്മൾ പറയുന്നതുമൊക്കെയാണ് നമ്മുടെ പ്രതിച്ഛായ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഗവൺമെൻറ്റിൻ്റെ പ്രതിച്ഛായ എന്ന് പറയുന്നത് ഗവൺമെൻറ് എന്ത് ചെയ്യുന്നു, ഗവൺമെൻറ് എന്ത് പറയുന്നു, ഗവൺമെൻറ് എന്ത് പറയുന്നു എന്ന് പറഞ്ഞാൽ മുഖ്യമന്ത്രിയും മന്ത്രിമാരും എന്ത് പറയുന്നു, ജനങ്ങളോട് എന്ത് പറയുന്നു, മാധ്യമങ്ങളോട് എന്ത് പറയുന്നു. അപ്പോൾ എം മണി ഇതുവരെ പറഞ്ഞതുപോലെയാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നതെങ്കിൽ തീർച്ചയായിട്ടും അത് മണിയുടെ മാത്രമല്ല ഗവൺമെൻറ്റിൻ്റെയും പ്രതിച്ഛായയെ ബാധിക്കും എന്നുള്ള ഒരു വിഷയം നിലനിൽക്കുന്നുണ്ട്. ശൈലി മാറ്റില്ല എന്ന കാര്യം അദ്ദേഹം വ്യക്തമാക്കി കഴിഞ്ഞു. ശൈലി അദ്ദേഹം മാറ്റില്ല. മുൻ നേതാക്കളെ, പഴയകാല മഹത്വമുള്ള നേതാക്കളെ ഉദാഹരണമായി എടുത്തുകൊണ്ടാണ് എം മണി ഇത്തരത്തിലുള്ള പരാമർശം ഇന്ന് നടത്തിയത്. ശൈലി മാറ്റാൻ എന്തായാലും അദ്ദേഹം ഉദ്ദേശിക്കുന്നില്ല. പക്ഷേ പറയേണ്ട കാര്യങ്ങളെ പറയൂ എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. പറയേണ്ടാത്ത സാഹചര്യങ്ങളിൽ ഒന്നും പറയില്ല എന്ന്. തീർച്ചയായിട്ടും മണിക്കറിയാം, ഇതൊക്കെ ഒരു ജീവിതത്തിൽ ഒരിക്കൽ മാത്രം കിട്ടുന്ന ഒരു സ്ഥാനമാണ് മന്ത്രിസ്ഥാനം എന്നുള്ളത്. അദ്ദേഹം ഇനിയും വിടുവായി അടിച്ച് മന്ത്രിസ്ഥാനം കളയാൻ നിൽക്കും എന്ന് എനിക്ക് തോന്നുന്നില്ല. തീർച്ചയായിട്ടും മണി നോക്കിക്കോ, ശൈലി മാറ്റും, അദ്ദേഹത്തിൻ്റെ വർത്തമാന രീതി, ശൈലി എല്ലാം മാറ്റും, യാതൊരു സംശയമില്ല. ആ ഒരു സ്ഥാനം കിട്ടിയാൽ ആ സ്ഥാനത്തേക്ക് ഉയരാൻ ശേഷിയുള്ള ഒരു നേതാവാണ് മണി എന്നാണ് ഞാൻ കണക്കാക്കുന്നത്. NM പിയേഴ്സൺ എങ്ങനെ കാണുന്നു മന്ത്രിസഭാ പുനഃസംഘടനയെ? അല്ല, മന്ത്രിസഭാ പുനഃസംഘടന സ്വാഭാവികമായിട്ടും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഒരു കാഴ്ചപ്പാടിൽ നിന്ന് പരിശോധിക്കുമ്പോൾ വളരെ കാലമായിട്ട് കമ്മ്യൂണിസ്റ്റ് പാരമ്പര്യവും തൊഴിലാളി വർഗ ജീവിത രീതിയും ഏതാണ്ട് നിരവധി വർഷക്കാലമായിട്ട്, എനിക്ക് തോന്നുന്നു 20 വർഷത്തിലധികം കാലം ഇടുക്കിയിലെ ജില്ലാ സെക്രട്ടറിയായിട്ട് ഇരുന്നിട്ട് പോലും അദ്ദേഹത്തിൻ്റെ സാമ്പത്തിക സ്രോതസ് എന്ന് പറഞ്ഞ വലിയ തരത്തിൽ ഉയരാതിരിക്കുകയും ചെയ്യുന്ന ഈ കാലഘട്ടത്തിൽ അദ്ദേഹത്തെ പോലെ അഴിമതി വിരുദ്ധനായിട്ടുള്ള ഒരാൾ മന്ത്രിസഭയിൽ വരുന്നതിനോട് എനിക്ക് യോജിപ്പാണുള്ളത്, സ്വീകാര്യതയാണുള്ളത്. പക്ഷേ അദ്ദേഹത്തിൻ്റെ വർത്തമാനങ്ങൾ സ്വാഭാവികമായിട്ടും ഈ കാലഘട്ടത്തിൽ, പ്രത്യേകിച്ച് വളരെ സാംസ്കാരികമായി മുന്നേറ്റം നിന്നിരിക്കുന്ന അല്ലെങ്കിൽ വളർന്നു വരുന്ന ഒരു കാലഘട്ടത്തിൽ കേരളത്തെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൻ്റെ രാഷ്ട്രീയത്തിന് സ്വീകരിക്കാൻ പറ്റാത്ത കാര്യമാണെന്നുള്ള തിരിച്ചറിവ് അദ്ദേഹത്തിന് ഉണ്ടാകേണ്ടത് ആവശ്യമാണ്. ആ തിരിച്ചറിവ് ഉണ്ടാക്കേണ്ടതാണ് എന്ന ബോധ്യം അദ്ദേഹത്തിനുണ്ടാകുന്നില്ല എന്നുള്ള ഒരു പ്രശ്നം ഇപ്പോഴും നിലനിൽക്കുന്നതായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ അദ്ദേഹത്തെ സഖാവ് ഇമ്പിച്ചി വാവയെ പോലെയുള്ള ഒരു മന്ത്രിയായിട്ട് മാറാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ്. പക്ഷെ അങ്ങനെ മാറണമെങ്കിൽ ഏതൊരു തൊഴിലാളി വർഗ നേതൃത്വവും അതിൻ്റെ നേതൃത്വത്തിലേക്ക് ഉയർന്നു വരുന്ന വളരെ സാധാരണക്കാരായിട്ടുള്ള മനുഷ്യനും അദ്ദേഹത്തിൻ്റെ സ്ഥാനമാനങ്ങൾക്കനുസരിച്ച്, അദ്ദേഹത്തിൻ്റെ ഉത്തരവാദിത്തങ്ങൾക്കനുസരിച്ച് മാറാൻ ബാധ്യസ്ഥനാണ്. അത് മാറും എന്ന് പറയാനായിട്ടുള്ള മനക്കരുത്താണ് അദ്ദേഹം കാണിക്കേണ്ടത്. എൻ്റെ ശൈലി മാറില്ല എന്ന് പറയുന്നത് വളരെ അപ്രസക്തമായിട്ടുള്ള കാര്യമാണ്. ശൈലി മാറിയേ പറ്റൂ. നിങ്ങൾ ഇന്നലെ വരെ മന്ത്രിയായിരുന്നില്ല, ഇന്ന് നിങ്ങൾ മന്ത്രിയാവുകയാണ്. അങ്ങനെ മന്ത്രിയാകുന്ന സമയത്ത് കേരളത്തിലെ ജനങ്ങളുടെ മുഴുവൻ മന്ത്രിയാവുകയും കേരളത്തിലെ ജനങ്ങളുടെ അന്തസ്സും അവരുടെ സംസ്കാരവും അവരുടെ രാഷ്ട്രീയ ബോധവും ഒക്കെ കാത്തുസൂക്ഷിക്കാൻ ബാധ്യസ്ഥനായിട്ടുള്ള ഉത്തരവാദിത്തപ്പെട്ട ഒരു വ്യക്തിയായിട്ടാണ് അദ്ദേഹം മാറിത്തീരുന്നത് എന്ന ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം തീർച്ചയായിട്ടും സർഗാത്മകമായിട്ട് മാറിയേ പറ്റൂ. മാറിയില്ല എങ്കിൽ അത് വലിയ തരത്തിലുള്ള പ്രതിച്ഛായ നാശത്തിനായിരിക്കാം ഇടതുപക്ഷത്തിന് ഇടവരുത്തുക എന്നാണ് എനിക്ക് തോന്നുന്നത്. ശ്രീ രാജ്മോഹൻ ഉണ്ണിത്താൻ, EP ജയരാജന് പകരം MM മണി വരികയാണ്. എങ്ങനെയാണ് കോൺഗ്രസ് ഇതിനെ കാണുന്നത്? അല്ല, ഇവിടെ EP ജയരാജൻ ഒരു വിവാദ നായകനായിരുന്നു. അദ്ദേഹം മന്ത്രിസഭയിലെത്തുമ്പോൾ നമുക്കെല്ലാവർക്കും അറിയാം. അദ്ദേഹം പാർട്ടിയുടെ ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനങ്ങളിലിരിക്കുമ്പോൾ അദ്ദേഹം സൃഷ്ടിച്ച വിവാദം പാർട്ടിയുടെ പ്രതിച്ഛായയെ സാരമായി ബാധിച്ചു എന്ന് മാത്രമല്ല, കേരളത്തിൻ്റെ പൊതുജന സമൂഹത്തിൽ പാർട്ടിക്കുണ്ടായിരുന്നൊരു ഇമേജ് ഇടിച്ചു താഴ്ത്താൻ സഹായിച്ചിട്ടുള്ളതാണ്. സാന്റിയാഗോ മാർട്ടിനുമായി അദ്ദേഹത്തിനുള്ള ബന്ധം, പാലക്കാട്ടെ ചാക്ക് രാധാകൃഷ്ണനുമായിട്ട് അദ്ദേഹത്തിനുള്ള ബന്ധം,
നയനാർ ഫുട്ബോളുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ രാജ്യം വിട്ടിരിക്കുന്ന നമുക്കറിയാം കിങ് ഫിഷറിൻ്റെ വിജയമല്ലിയായിട്ടുള്ള ബന്ധം, കളങ്കിതനായ ഫാരിസ് അബൂബക്കറുമായിട്ടുള്ള ബന്ധം. അതാ ഞാൻ പറഞ്ഞ എക്കാലത്തും ശ്രീ ജയരാജൻ വിവാദങ്ങളുടെ ഒരു തോഴനായിരുന്നു. അപ്പോൾ ആ വിവാദങ്ങളുടെ തോഴനായ ജയരാജനെ പാർട്ടി എന്തുകൊണ്ടാണ് മന്ത്രിയാക്കിയത് എന്ന് ചോദിച്ചാൽ പാർട്ടിക്ക് പാർട്ടിയുടേതായ കാരണങ്ങളുണ്ടാകാം. ഇപ്പോൾ ആ വിവാദങ്ങളുടെ തോഴൻ എന്നുള്ള ആ സ്ഥാനം നഷ്ടപ്പെടാതെ ഇരിക്കാനായിരിക്കാം ഒരുപക്ഷേ ശ്രീ എം എം മണിയെ വീണ്ടും മന്ത്രിയാക്കിയിരിക്കുന്നത്. എം എം മണി രാഷ്ട്രീയത്തിൻ്റെ കാപട്യമില്ലാത്ത ഒരു വ്യക്തിയാണെന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം അദ്ദേഹം പലപ്പോഴും അദ്ദേഹത്തിൻ്റെ ഹൃദയത്തിലുള്ള കാര്യങ്ങൾ തുറന്നു പറയും. അതാണ് ഇന്ന് അദ്ദേഹം പറഞ്ഞത്, ഞാനൊരിക്കലും മാറാൻ പോകുന്നില്ല, എനിക്കൊരിക്കലും മാറാനാവില്ല, ജാത്യാലുള്ളത് തൂത്താമായില്ല. കാരണം ജന്മന ഓരോരുത്തർക്കും ഓരോ ഗുണങ്ങൾ അല്ലെങ്കിൽ സിദ്ധികളുണ്ട്. ആ ജന്മന ഒരു മനുഷ്യന് കിട്ടുന്ന ഗുണഗണങ്ങളൊന്നും ഒരിക്കലും ആർക്കും മാറ്റാൻ പറ്റില്ല. അതുകൊണ്ട് ഇനി മന്ത്രിയല്ല, നാളെ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ആയാലും എം എം മാണി എന്തെങ്കിലും തരത്തിലൊരു മാറ്റത്തിന് വിധേയമാകും എന്നുള്ള അഭിപ്രായം എനിക്കില്ല. മാത്രമല്ല അദ്ദേഹം പൊതുജന സമൂഹങ്ങളോട് പറഞ്ഞ കാര്യങ്ങൾ എന്താ, ഇവിടെ ശ്രീ ജയശങ്കർ സൂചിപ്പിച്ചു അദ്ദേഹത്തിൻ്റെ വിശ്വവിഖ്യാതമായ പ്രസംഗം, അതാണ് നമ്മുടെ മണക്കാട് പ്രസംഗം. അമേരിക്കയുടെ പ്രസിഡൻ്റായിരുന്ന എബ്രഹാം ലിങ്കൻ്റെ വിശ്വവിഖ്യാതമായ പ്രസംഗമാണ് ഗെറ്റിസ്ബർഗ് സ്പീച്ച് എന്ന് പറയുന്നത്. ശ്രീ തിരുക്കൊച്ചി മുഖ്യമന്ത്രിയായിരുന്ന കേശവൻ്റെ വിശ്വവിഖ്യാതമായ പ്രസംഗമാണ് കോഴഞ്ചേരി പ്രസംഗം. അതുപോലെ തന്നെ ക്വിറ്റ് ഇന്ത്യ സമരത്തിൽ പ്രാക്കുളം പി കെയുടെ വിശ്വവിഖ്യാതമായ പ്രസംഗം കൊല്ലത്ത് ഉണ്ടെന്ന് പറയുന്ന പോലെ എം എം മണി എന്ന് പറയുന്ന രാഷ്ട്രീയ നേതാവിൻ്റെ വിശ്വവിഖ്യാതമായ പ്രസംഗമാണ് മണക്കാട് പ്രസംഗം. അതിൽ പറഞ്ഞതെല്ലാം സാങ്കല്പികമല്ല, നടന്ന കാര്യങ്ങളാണ്. ഞങ്ങൾ ഇന്നാരെ വെടിവെച്ച് കൊന്നു, അവിടെ വെടിവെച്ച് കൊന്നിട്ടുണ്ട്, അതിൻ്റെ കേസുണ്ട്, എല്ലാം ഉണ്ട്. അത് ഞങ്ങളാണ് ചെയ്തത് എന്ന് പറഞ്ഞത് ഇതുവരെ പാർട്ടിയെ സമ്മതിച്ചിട്ടില്ലായിരുന്നു. ഞങ്ങൾ ചവിട്ടിക്കൊന്നിട്ടുണ്ട്, വെടിവെച്ച് കൊന്നിട്ടുണ്ട്, തല്ലിക്കൊന്നിട്ടുണ്ട്, ആ കേസുകളെല്ലാം അവിടെ ഉണ്ട്, ആളുകൾ മരിച്ചിട്ടുണ്ട്. മാത്രമല്ല ഇപ്പോൾ ഈ ജയശങ്കർ പറഞ്ഞ പോലെ ഈ ഒരു എക്സ്ട്രാ ജുഡീഷ്യൽ കൺഫെക്ഷനാണ്, കോടതിക്ക് പുറത്തൊരു കുറ്റസമ്മതം നടത്തുന്നതിനാണ് എക്സ്ട്രാ ജുഡീഷ്യൽ കൺഫെക്ഷൻ. ആ കൺഫെക്ഷൻ്റെ പേരിലെടുത്ത കേസ്, ആ കേസിൽ നിന്നാണ് അദ്ദേഹം ഒഴിവായത്. പക്ഷേ ഇന്ന് മഞ്ചേരി കേസിൻ്റെ വിചാരണ നടക്കുകയും കോടതിയിൽ അഞ്ചേരി ബേബിയുടെ കേസിൽ കോടതിയിൽ ഹാജരാകാത്തതിന് നിശിതമായ വിമർശനം ശ്രീ എം എം മണിയുടെ പേരിൽ കോടതി നടത്തിയിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ പറയുന്നത് അദ്ദേഹം ഇങ്ങനെ അദ്ദേഹത്തിൻ്റെ ഉള്ളിലുള്ള കാര്യങ്ങൾ, പാർട്ടി ചെയ്തിട്ടുള്ള കാര്യങ്ങൾ, നഗ്നമായ യാഥാർത്ഥ്യങ്ങൾ, ആ യാഥാർത്ഥ്യങ്ങൾ ഒരു കളങ്കവുമില്ലാതെ വിളിച്ചു പറയുന്നതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ മനസ്സ് ശുദ്ധമാണെന്ന് പറയാം. യഥാ രാജ തഥാ പ്രജ. കൊല്ലുന്ന മന്ത്രിക്ക് തിന്നുന്ന രാജാവ്. പിണറായി വിജയന് പറ്റിയ ആൾ തന്നെയാണ് ഈ മന്ത്രി, അതിനകത്ത് തർക്കമില്ല. ജയരാജൻ എങ്ങനെയായിരുന്നു ശ്രീ പിണറായിയുമായിട്ടുള്ള ബന്ധം, അതേ ബന്ധം തന്നെ ശ്രീ എം എം മണിക്ക് പിണറായിയുമായി സൂക്ഷിക്കാം. എപ്പോഴും ഞാൻ പറയും, ബേർഡ്സ് ഓഫ് ദ സെയിം ഫെദർ. സുപ്രധാനമായ വകുപ്പ്, ഈ വരും ദിവസങ്ങളിൽ വലിയ തീരുമാനങ്ങൾ എടുക്കേണ്ടി വരുന്ന ഒരു വകുപ്പ് കൂടിയാണ് വൈദ്യുതി വകുപ്പ്. ഇപ്പോൾ കറണ്ടിൻ്റെ കാര്യത്തിൽ ചിലപ്പോൾ ഒരു പ്രശ്നങ്ങളിലേക്ക് പോകുന്ന ഒരു സാഹചര്യം കൂടിയാണ് ഇത്. വേനൽക്കാലമാകുന്നതിന് മുൻപ് തന്നെ വലിയ തീരുമാനങ്ങൾ എടുക്കേണ്ട ഈ വകുപ്പ് എം എം മണിയെ പോലെയുള്ള ഒരാൾക്ക് കൊടുക്കുന്നത് എത്രമാത്രം കാര്യക്ഷമമായി അദ്ദേഹത്തിന് ഇത് നിർവഹിക്കാൻ കഴിയുന്നതായി മാറും. എന്തായാലും വകുപ്പുകൾ തീരുമാനിച്ചിട്ടില്ല, അത് മുഖ്യമന്ത്രിയാണ് തീരുമാനിക്കേണ്ടതെന്ന് CPM നേതൃത്വം പറയും. എന്തായാലും അല്ല, വകുപ്പുകൾ തീരുമാനിച്ചിട്ടില്ല എന്ന് പറയുന്നത് ശരിയല്ല. ഞാനിപ്പോൾ ഇങ്ങോട്ട് വരുന്നതിന് മുമ്പ് ചാനൽ കണ്ടതാണ്. അപ്പോൾ ശ്രീ കടകംപള്ളി സുരേന്ദ്രൻ്റെ ഒരു ബൈറ്റ് ചാനൽ കൊടുത്തിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞു, എന്നെ മന്ത്രിയാക്കിയത് പാർട്ടിയാണ്, എനിക്ക് വിദ്യുച്ഛക്തി വകുപ്പ് തന്ന പാർട്ടിയാണ്. ഇപ്പോൾ പാർട്ടി എന്നോട് പറയുന്നു സഹകരണ വകുപ്പ് ഏറ്റെടുക്കാൻ, അതും പാർട്ടി പറയുന്നു ഞാനത് ഏറ്റെടുക്കും. അപ്പോൾ സ്വാഭാവികമായി മന്ത്രി നേരിട്ട് ഞാൻ സഹകരണ വകുപ്പ് ഏറ്റെടുക്കണമെന്ന് പാർട്ടി പറഞ്ഞു, അത് ഏറ്റെടുക്കാൻ പോവുകയാണെന്നൊരു മന്ത്രി പറയുമ്പോൾ ഈ ചാനലുകൾ വന്ന വാർത്തകളൊക്കെ വസ്തുനിഷ്ഠമാണ്, സത്യസന്ധമാണ്. അതിലൊരു മാറ്റവും ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. കാരണം ഇപ്പോൾ മണി പറഞ്ഞു ഞാൻ മന്ത്രിയാണ്, മറ്റേ അദ്ദേഹം പറഞ്ഞു ഞാൻ ഏറ്റെടുക്കാൻ പോകുന്ന വകുപ്പ് സഹകരണമാണെന്ന് കടകംപള്ളി പറഞ്ഞിട്ടുണ്ട്. ആ ബൈറ്റ് മിക്കവാറും എല്ലാവർക്കും കിട്ടിക്കാണും. അപ്പോൾ സ്വാഭാവികമായി ഇപ്പോൾ തുലാവർഷം കഴിഞ്ഞു, തുലാം കഴിഞ്ഞ് വൃശ്ചികമാണ്. തുലാവർഷമാണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ മഴ തരേണ്ട വർഷം. ആ വർഷം ഒരു ശകലം പോലും പെയ്തിട്ടില്ല. അപ്പോൾ നമ്മൾ കേരളം രൂക്ഷമായ വരൾച്ചയിലേക്ക് പോകാൻ പോവുകയാണ്. അപ്പോൾ വരൾച്ച വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായി നമ്മുടെ ഡാമുകളിലെ ജലനിരപ്പ് താഴ്ന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായി ലോഡ് ഷെഡിങ് വേണ്ടി വരും, പവർ കട്ട് വേണ്ടി വരും, അതുപോലെ തന്നെ വിദ്യുത് ശക്തിയിൽ ഒരുപാട് നിയന്ത്രണങ്ങൾ വേണ്ടി വരും, കറണ്ട് ചാർജ്. അപ്പോൾ അതാ ഞാൻ പറഞ്ഞത്, ഭാവനാസമ്പന്നമായ ഒരു നേതൃത്വമുള്ള
ആളാണ് ഈ വകുപ്പിൽ വരേണ്ടിയിരുന്നത്. എന്ത് മാനദണ്ഡമാണ് ഇപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് വേണ്ടി അദ്ദേഹം സഹിച്ചിട്ടുള്ള സേവനങ്ങൾ, ത്യാഗങ്ങൾ, അദ്ദേഹത്തിൻ്റെ സ്ഥാനമാനങ്ങൾ, അതിലൊന്നും യാതൊരു തർക്കവുമില്ല. പക്ഷേ ഒരു